ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഒത്തിരി നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ചാനലിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത്. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോഴൊക്കെ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ കുറച്ച് ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു ചെറിയൊരു ഗാർമെൻ്റാണ് കേട്ടോ പറയുന്നത്. ഒരു ഷർട്ടും ഒരു മിഡിയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. പാനൽ കട്ട് മിഡിയാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ മേടിച്ച് വെച്ച മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചതൊന്നുമല്ല, വിഷു കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അത് ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഷർട്ടിന് വേണ്ടിയിട്ട് എടുത്തത്. പോളി കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഈ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നത്. അപ്പോൾ ഷർട്ടിൽ ഞാൻ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഷർട്ട് തയ്ക്കണത്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ അല്ല വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ 1 ഇഞ്ചോളം ഒരു സീം അലവൻസ് നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടൺസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സീം അലവൻസ് വേണ്ടേ, അത് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റർ ഫോൾഡിൻ്റെ ഭാഗത്തല്ല ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തേണ്ടത്, അത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഓപ്പൺ വരുമ്പോൾ സെൻറ്റർ ഓപ്പണിംഗ് ആയിരിക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ അലവൻസ് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചോളം താഴത്തോട്ട് ഷോൾഡർ ചെരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷർട്ടിനൊക്കെ നമ്മൾ ഒന്ന് ഷോൾഡർ ചെരിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡർ എത്രയാണോ, അതായത് മെഷർ ചെയ്യുന്ന ഷോൾഡർ എൻ്റെ 14ആണ്, അതിൻ്റെ ഹാഫ് തന്നെ അടയാളപ്പെടുത്തണം. കുറച്ച് കുറയ്ക്കൊന്നും വേണ്ട, കാരണം ക്ലോസ്ഡ് നെക്കല്ല വരുന്നത്. അപ്പോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടിയിലോട്ട് ഞാനൊരു 6 ഇഞ്ചാണ് മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തത്. ഷർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെ ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം കേട്ടോ. ഇച്ചിരി ലൂസ് അധികം ഇരുന്നു കേട്ടോ. ചുരിദാറിനൊക്കെ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കാറ്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 34 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. അതിനെ 4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 38ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 22 ഇഞ്ചോളമാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്തും അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഷർട്ടിൻ്റെ ലെങ്ത്ത് കഴിയണതിൻ്റെ ആ റൗണ്ടിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 35ൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തപ്പോൾ 38, വീണ്ടും 38 തന്നെയാണ് കിട്ടിയത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡൊന്ന് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ഈ അളവോട് കൂടിയിട്ട് മാർക്ക് ചെയ്യുക. സീം അലവൻസും മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഷർട്ടിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മളൊരു ചെറിയൊരു ഷേപ്പ് കൊടുക്കില്ലേ, ആ ഒരു ഷേപ്പ് നമ്മളൊന്ന് കയറ്റി വരച്ചിട്ട് കൊടുക്കുക. പിന്നെ അടിഭാഗത്ത് നമുക്ക് മടക്കിയടിക്കാനുള്ള ഒരു കുഞ്ഞൊരു സീം അലവൻസ് വിട്ടാൽ മതി. സൈഡിൽ മാത്രം നമ്മൾ ഒരു 2 ഇഞ്ച് വിടാം. പിന്നെ ആം ഹോള് ഇതുപോലെ വല്ലാണ്ട് കുഴിച്ചു വെട്ടണ്ട കേട്ടോ, ഷർട്ടല്ല, നമുക്ക് അത്ര അങ്ങോട്ട് ടൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിലെ 2 പീസ്, അതായത് സെൻറ്റർ ഫോൾഡിങ് അല്ല വരുന്നത്, അത് ഓപ്പണിംഗ് ഉള്ള ഭാഗത്താണ്. അപ്പോൾ 2 പീസ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് വേണം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ വിട്ടാണ് സീം അലവൻസ് മാറ്റി വെച്ചിട്ടുള്ള അളവിൽ വേണം. അതായത് ആ ഒരു സീം അലവൻസ് ഫോൾഡിങ്ങിൻ്റെ അവിടെ വരുന്ന രീതിയിൽ വേണം കേട്ടോ ബാക്ക് അടയാളപ്പെടുത്താൻ. ബാക്കിൽ ഓപ്പണിംഗ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ആ വിട്ടേണ എക്സ്ട്രാ സീം അലവൻസ് ബാക്കിൻ്റെ പോർഷനിൽ വരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ നന്നായി അയൺ ചെയ്യുക. എന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ പോർഷനിൽ ഞാൻ ഈ പ്രിൻ്റഡ് ആണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കണേ. ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ മാത്രമേ പ്രിൻ്റ് ഉള്ളൂ, മുകളിൽ നമുക്ക് പ്ലെയിൻ പോർഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, 1.25 മീറ്റർ എങ്ങാണ്ടൊക്കെയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഷർട്ടിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ മേടിച്ച് വെച്ചാണതാണ്. ഞാൻ അളവ് എടുക്കാനും മറന്നുപോയി. 2 ഞാൻ തികച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് വരുന്നത് ഫ്രണ്ട് പോർഷനും ഈ പ്ലെയിനാണ് ഈ കാണുന്നത് ഈ മെറ്റീരിയലിൻ്റെ മുകളിലുള്ള ഭാഗം കേട്ടോ. അവിടെ ഞാൻ ഈ ബാക്ക് പോർഷൻ അത് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഈ ഷർട്ടിൻ്റെ ഡിസൈൻ വരുന്നത്. ഷർട്ടിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ക്യാൻവാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലോത്ത് ക്യാൻവാസാണ് എടുത്തേണത്. തെറ്റിപ്പോവരുത്, പേപ്പർ ക്യാൻവാസ് അല്ല, ക്ലോത്ത് ക്യാൻവാസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ വിട്ട പോലെ തന്നെ ഓപ്പണിംഗ് ഉള്ള ഭാഗത്താണ് കേട്ടോ നമ്മളിത് മാർക്ക് ചെയ്യണത്. അപ്പോൾ ആ 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 23 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ആ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷർട്ടിൻ്റെ ആ ഫുൾ ലെങ്ത്തിൽ തന്നെ നമുക്ക് ഈ ക്യാൻവാസും വേണം. പിന്നെ 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ ഒരു വൈഡ് കൊടുത്തേണത്.
പിന്നെ 3 ഇഞ്ചോളം ഞാൻ നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, അതിനൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ആ കോളർ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗത്തും ഫോൾഡിംഗ് ഉള്ള ഭാഗവും ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്, കാരണം 2 പീസ് വേണ്ടേ നമ്മുടെ ഷർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ആ മാർക്ക് ചെയ്താണ് ആ നെക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും. ഈ 2 പീസും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കുറേ സ്റ്റീമിലിട്ട് അയൺ ചെയ്യേണ്ട കേട്ടോ, പെട്ടെന്ന് ഇത് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പേപ്പർ ക്യാൻവാസിനേക്കാളും കട്ടി കുറഞ്ഞ തുണി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ക്യാൻവാസാണ് കേട്ടോ. ക്ലോത്ത് ക്യാൻവാസ് എന്ന് ചോദിച്ചാൽ മതി, നമ്മുടെ ഈ ടൈലറിങ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഫ്യൂസിങ് ക്യാൻവാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ് നെക്കിൻ്റെ ഭാഗത്ത് വരണ രീതിയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ ഇത് അയൺ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ, ഹാഫ് സ്ലീവ് ആണ് ചെയ്യണത്. അപ്പോൾ ഇഷ്ടമനുസരിച്ച് ഫുള്ള് ചെയ്യാം, എൽബോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഹാഫ് സ്ലീവ് ആണ് എടുക്കണം. പിന്നെ എനിക്ക് അധികം മെറ്റീരിയലും അധികം ഇല്ല, 1.25 മീറ്റർ ഒക്കെ അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ താഴെ നമുക്ക് മടക്കിയടിക്കാനുള്ള ഒരു ഇഞ്ച് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഇഞ്ചിലാണ് കേട്ടോ ഹാഫ് സ്ലീവ് ചെയ്യണത്. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ ഹാഫ് അടയാളപ്പെടുത്താം. നമുക്കൊരു 7 ഇഞ്ചോളം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഡയഗണലി ഒരു വര വരയ്ക്കുക. കാണോ, ഇതുപോലെ വരച്ചിട്ട് പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈസെപ്സിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, 12 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ ഹാഫ് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നമ്മുടെ ബോഡി പോർഷനിൽ വിട്ട പോലെ തന്നെ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടും 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നോർമൽ സ്ലീവാണ് കേട്ടോ. ആ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈനിങ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടിന്. അപ്പോൾ ഷർട്ടിൻ്റെ ലൈനിങ് മെയിൻ പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഫ്രണ്ടിൻ്റെ 2 പീസും അതുപോലെ തന്നെ ബാക്കിലെ പീസും കൂടിയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ച ആ പീസ് ഉണ്ടല്ലോ, അത് ഫ്രണ്ട് പീസിനോട് കൂടിയിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതായത് നെക്കിൻ്റെ ആ ഒരു റൗണ്ടും പിന്നെ സെൻറ്റർ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് തിരിച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ആ ഒരു കോളറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടൺസ് ഇടേണ്ട ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് മൊത്തം നമ്മൾ ക്യാൻവാസിൽ അടിച്ച് കളയണ്ട കേട്ടോ. ഒരു 4 ഇഞ്ചോളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ഈ ബട്ടൺസ് വെക്കുമ്പോൾ നമുക്കൊരു അലവൻസ് എക്സ്ട്രാ വേണം, സെൻറ്ററിൽ കുറച്ച് അധികം കിടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും വിട്ടേണത്. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് അടിക്കുമ്പോൾ ഫുള്ളും മാർക്ക് ചെയ്തേണ 1 ഇഞ്ചിൽ കൂടെ ഒന്നും അടിച്ച് കളയരുത് കേട്ടോ, കൂടുതൽ ടൈറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഒരു ഹാഫ് കോളർ ക്രിയേറ്റ് ചെയ്തത് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും നമ്മൾ ചെയ്തെടുക്കുക. ആ ഒരു ക്യാൻവാസിനെ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തോളൂ കേട്ടോ. ശേഷം നമ്മുടെ ബാക്കിൻ്റെ പോർഷൻ, നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ 2.25 ഇഞ്ചാണ് നെക്ക് വൈഡ് കൊടുത്തത്, അത്രയും തന്നെ ബാക്കിലും വൈഡ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചാണ് കേട്ടോ ഞാൻ താഴ്ത്തോട്ട് എടുത്തിട്ടുള്ളൂ. സീം അലവൻസ് അടക്കം 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ പോലെ കാണണ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ മറന്നു പോയതാണ് നെക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട്. അത് കട്ടിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ശേഷം നമ്മുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുക. ഒരു 2 സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ സ്ലീവ് ഉണ്ടല്ലോ, അതൊന്ന് അടിഭാഗം മടക്കിയടിക്കുക. അപ്പോൾ സ്ലീവിന് ലൈനിങ് വെക്കേണ്ടവർക്ക് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ലൈനിങ്ങും കുറച്ച് വാങ്ങിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ്ങും എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ലൈനിങ് ഇട്ടാൽ കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ സൈഡ് പോർഷൻ അടിക്കുക, അടിഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഷർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഷർട്ടിൻ്റെ ഡിസൈൻ മാത്രമാണ് പറയണത്. നാളെ ഞാൻ സ്കേർട്ടിൻ്റെ ഡിസൈൻ പറയാം കേട്ടോ. കാരണം എല്ലാം കൂട്ടിയിട്ട് ഒത്തിരി നേരം എടുക്കും നമുക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ. അപ്പോൾ 2 പാർട്ടായിട്ട് 2 വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫോൾഡിങ് മടക്കിടിച്ചിട്ട് വീണ്ടും രണ്ടാമത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരുമിച്ച് ഡബിൾ ഫോൾഡിങ് ചെയ്യല്ല കേട്ടോ ചെയ്താണിത്. ഇനി നമുക്ക്
കോളറാണ് വെക്കേണ്ടത്. അപ്പോൾ കോളർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ കണ്ടിട്ട് കോളർ ഫ്രണ്ടിലെ ആ ഒരു ഹാഫ് കോളർ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററും കൂടി കണ്ടിട്ട് ഇതുപോലെ പിടിക്കാം. എന്നിട്ട് നമുക്ക് എവിടെ മുതലാണോ നമുക്ക് ആ ഒരു സെക്കൻഡ് കോളർ ഉണ്ടല്ലോ ശരിക്കുള്ള കോളർ വേണ്ടത്, അവിടെ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരളവ് നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളർ നമ്മൾ ഒരെണ്ണം ഇപ്പോൾ ഫിനിഷ് ചെയ്തെടുത്തണതില്ലേ അതിൻ്റെ ഹാഫോട് കൂടിയിട്ട് മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു 10 ഇഞ്ച് നമ്മുടെ ബാലൻസ് ഉള്ള ക്ലോത്ത് ക്യാൻവാസ് ഉണ്ടല്ലോ അതിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് വരയ്ക്കുന്നത് ബെറ്റർ കേട്ടോ. കാരണം രണ്ട് ഭാഗവും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടിട്ട് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഞാനിത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് ഒരു 2 ഇഞ്ചാണ് ആദ്യം സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് 2 എൻഡിലും 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 10 ഇഞ്ചിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ 5 ഇഞ്ചിൽ 3 ഇഞ്ചാണ് മുകളിലോട്ട് ആ ഒരു ഹൈറ്റ് കൊടുത്തേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് സൈഡിലും സെൻറ്ററിൻ്റെ ഭാഗത്ത് കുറച്ചധികം കൂടി വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കോളർ മാർക്ക് ചെയ്യുമ്പോൾ ഒരു പൊടിക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം ആ 2 ഇഞ്ചിലോട്ട് കേട്ടോ. ഒരു ചെറിയൊരു ചെരുവ് നല്ലതാണ്. സ്ട്രെയിറ്റ് കൊടുക്കണേക്കാളും നല്ലത് ഒന്നൊരു 1/2 ഇഞ്ച് ചെരിച്ച് കൊടുക്കണതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ കോളർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് ചെയ്യണതെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം എൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കോളർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടോ. അതപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഞാൻ പിന്നെ അതൊന്ന് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്റ്റീമിലൊന്നും ഇടണ്ട, പെട്ടെന്ന് ഉരുകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ശേഷം നമ്മളൊരു 3/4 ഇഞ്ചോളം റൗണ്ട് 4 ഭാഗത്തും നമ്മുടെ ഈ ഒരു ക്യാൻവാസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പ്രിൻറ്റഡ് ഭാഗത്ത് ആണ് ബാലൻസ് തിരിച്ച് മറിച്ചടിക്കേണ്ട തുണിയുണ്ടല്ലോ അത് നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയലിലാണ് എടുത്തത്. അപ്പോഴാണ് കോളറിൻ്റെ ആ ഒരു എൻഡ് വരുമ്പോൾ ആ പ്രിൻറ്റും കൂടി വരുമ്പോഴാണ് കേട്ടോ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്നിൽ ക്യാൻവാസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ഈ ഒരു കോളറിൻ്റെ സ്ട്രെയിറ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ അടിക്കേണ്ട ബാലൻസ് ഉള്ള ആ ഒരു കേർവ് വരണ 3 ഭാഗവും ഒന്ന് അടിച്ചെടുക്കുക. ക്യാൻവാസുമേ കൂടെ അടി പോവരുത്. ക്യാൻവാസിൻ്റെ തൊട്ടരികത്ത് കൂടി അധികം നീങ്ങി പോവും ചെയ്യരുത് കേട്ടോ. തൊട്ടരികത്ത് കൂടി നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള സീം അലവൻസ് ഒക്കെ ഒരു 4 ഇഞ്ച് വിട്ടാൽ മതി കേട്ടോ. ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. 4 ഭാഗത്തെയും കട്ട് ചെയ്ത് കളയാം. ശേഷം നമ്മളിതൊന്ന് തിരിച്ചെടുക്കുക കേട്ടോ. ചെറിയ നോച്ചൊക്കെ ഈ കർവ് വരണോടത്ത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തിരിച്ച് എടുക്കുന്ന ടൈമിൽ അയൺ ചെയ്യുമ്പോഴൊക്കെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. പിന്നെ എഡ്ജസ് ഉണ്ടാവില്ല അതിൻ്റെ കോർണർ അതൊക്കെ ഒന്നൊരു ഷാർപ്പുള്ള എഡ്ജ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതൊരു മടക്കായിട്ട് വരും. പിന്നീട് നമ്മുടെ ഈ കോളർ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ പ്ലെയിൻ ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ കോളറിൻ്റെ പ്ലെയിൻ പോർഷൻ പ്രിൻറ്റഡിലല്ല നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചാണത് പ്ലെയിൻ പോർഷനിലാണ്. അപ്പോൾ ആ പ്ലെയിൻ പോർഷൻ പുറത്തോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട്. അതായത് പ്രിൻറ്റഡ് പോർഷൻ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ. അപ്പോഴാണ് നമ്മുടെ കോളർ മടങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ളിൽ നിന്ന് നമ്മൾ കോളർ എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ പ്രിൻ്റുള്ള ഭാഗം ഉള്ളിൽ നിന്ന് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പ്ലെയിൻ പോർഷൻ നമ്മൾ പുറത്തോട്ട് കാണത്തക്ക രീതിയിലാണ് അടിച്ചെടുത്തേണ്ടത്. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഉള്ളിലത്തെ ഭാഗം തന്നെയായിരിക്കും കോളർമ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പ്ലെയിൻ പോർഷനും പ്രിൻറ്റഡ് പോർഷനും ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് വരാമെന്നുള്ളത് ഇത് നോക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടന്നെ ഷർട്ടാണ്. അപ്പോൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ബട്ടണും അറ്റാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ ഇപ്പോൾ ജെനോമയുടെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഉഷയുടെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ബട്ടൺ ഹൗസിൽ ചെന്നിട്ട് നമ്മളൊന്ന് ബട്ടൺസ് ഒന്ന് വെക്കാൻ കൊടുത്താൽ മതി കേട്ടോ. അധികം രൂപയൊന്നും ആവില്ല കേട്ടോ. ഒരു 10-20 രൂപയുടെ ഉള്ളിലൊക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഷർട്ട് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ മിഡിയുടെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ.